എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പുറത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാറിൽ പോവാണ്. അപ്പോൾ അടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മോനെയും കൊണ്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അടുത്ത് തന്നെയാണ്, 5 മിനിറ്റ്സേ ഉള്ളൂ. നമ്മൾ കാറിൽ പോകുകയാണെങ്കിൽ നടന്നിട്ടാണെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കുമായിരിക്കും. പക്ഷേ എന്നാൽ നമ്മൾ വണ്ടിയിൽ പോയിട്ട് പെട്ടെന്ന് പോയിട്ട് വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പോയിട്ട് വരികയാണ്. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ടു നമ്മൾ പാർക്കിലെത്തിയിട്ട് അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ അവിടുന്ന് ചേട്ടൻ്റെ സ്പായുടെ നമ്മുടെ ഹെയർ കട്ടിങ് സലൂണിൻ്റെ ഒരു ആഡ് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് അവിടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നത്. നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി 2-3 സ്റ്റെപ്പുകൾ, ചെറിയ സ്റ്റെപ്സാണ്. അത് കയറിയിട്ട് അപ്പോൾ ആ പാർക്കിനുള്ളിലേക്ക് പോവുകയാണ്. നാഷണൽ ആന്തം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വാർണിങ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ആന്തം ഒരു പ്രാവശ്യം അവിടെ പാടിയിട്ടുണ്ടായിരുന്നു. രാവിലെ 7:00 ഒരു 2-3 മാസം അവിടെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പാർക്കാണ്. നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. സമയം വൈകുന്നേരം 4:30 തൊട്ട് 7 മണി വരെയാണ്. നമ്മൾ പോകുമ്പോൾ തന്നെ ഏകദേശം 6 മണി ആവാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ താഴേക്ക് സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ ഫുള്ള് പൂക്കളും ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കൂടെ, ആ നടപ്പാതയിലേക്കൂടെ, ഫുട്പാത്തിലേക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു ഷ്രബ്സ്, കുറ്റിച്ചെടികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും പൂക്കളില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇടത്തെ സൈഡിലാണെങ്കിൽ കോളാമ്പി പൂക്കളില്ല, നമ്മുടെ നാട്ടിലുള്ള കോളാമ്പി പൂക്കളുണ്ട്. നമ്മൾ വലത്തെ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മരങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെയൊക്കെ പക്ഷേ പകുതി വരും. നമ്മുടെ സാധാരണ മനുഷ്യനൊരു 2-3 അടി അത്രയേ വരത്തുള്ളൂ. പിന്നെ ഇടത്തെ സൈഡിലൊക്കെ ചെറിയ ചെറിയ നമ്മുടെ ആന്തോറ് എന്നൊക്കെ പറഞ്ഞ അതായിട്ട് ചെടികൾ, അതാണ് കേട്ടോ. നമ്മൾ നടന്ന് ഇവിടെ പൂഴിയുടെ അടുത്തെത്തി കേട്ടോ. അവിടെയാണ് കുറേ റൈഡ്സൊക്കെ ഉള്ളത്. റൈഡ്സും കാര്യങ്ങളും, അതായത് ഊഞ്ഞാൽ, സ്ലൈഡ്, പിന്നെ കയറേണ്ടത് തുടങ്ങി പല കാര്യങ്ങളുള്ളത് അവിടെയാണ് കേട്ടോ. അതിൽ കയറി കുറച്ച്, പിന്നെ അധികമൊന്നും എടുക്കാൻ പറ്റില്ല കാരണം കുഞ്ഞിനെ കളിപ്പിക്കേണ്ട കാര്യമുള്ളതുകൊണ്ട്. പിന്നെ അതിൽ കുറച്ച് ആൾക്കാർ കയറുന്നൊക്കെ കാണിക്കാം കേട്ടോ. ഒരു സ്ലൈഡ് കയറിയിട്ട് അതിൽ കയറിയിട്ട് ഇങ്ങനെ നടക്കുന്നതൊക്കെ ഉണ്ട്. ഇങ്ങനെ നടന്നിട്ട് നമുക്ക് അപ്പുറത്തേക്കൂടെ പോയി സ്ലൈഡിലേക്ക് ഇറങ്ങാം. അങ്ങനെ കുറേ ഗെയിംസും സെറ്റിങ്സൊക്കെ ഉണ്ട് അവിടെ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ വലിയവർക്കാണെങ്കിലോ, വലിയവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, പക്ഷേ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപകരണങ്ങൾ, പുഷിങ്, അതുപോലെ തന്നെ സ്ട്രെച്ചിങ് പോലുള്ള കുറച്ച് എന്താ പറയണ്ടേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കണ്ടോ, അവിടെ ഒരു കുട്ടി ഇങ്ങനെ കയറുന്നുണ്ട്. അതായത് നമ്മുടെ നടപ്പാത പോലെ കമ്പിയിൽ പിടിക്കാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ കയറിയിട്ട് അപ്പുറ സൈഡിൽ സ്ലൈഡാണ്. സൈഡിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും നമുക്ക്. അതായത് കുഞ്ഞുങ്ങൾക്കാണ് മെയിനായിട്ട് ഈ പാർക്ക് നമ്മുടെ ഗവൺമെൻറ് HMDA അപ്രൂവ് പാർക്ക് എന്താ പറയുക പ്രത്യേകിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഊഞ്ഞാലുണ്ട്. ഈ അപ്പുറ സൈഡാണെങ്കിൽ എന്താ പറയണ്ടേ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കാനൊക്കെ പറ്റും. നല്ല സൂപ്പർ പുല്ലാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ കഴിക്കാൻ നല്ല കൊതുക് വരും. കൊതുക് ഉണ്ടപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പോയിട്ട് അപ്പുറ സൈഡ് എത്തുകയാണ്. അപ്പുറ സൈഡിലാണെങ്കിൽ ഫുൾ എക്യുപ്മെൻറ്റ്സ് ആണ്. അവിടെയും കുറേ ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് അപ്പുറ സൈഡ് നടന്നു പോകേണ്ട ഒരു ദൂരമേ ഉള്ളൂ. അത് ഈ പാർക്കിൻ്റെ ഒരു മൂലയ്ക്ക് മറ്റേ മൂലയ്ക്കെന്ന് പറയാം. അപ്പുറത്തേക്ക് കുറേ പോകാനുണ്ട്, കുറച്ചേ ഉള്ളൂ കേട്ടോ. അവിടെ പോയിട്ട് പൂക്കളൊക്കെ ഉണ്ട്, വെള്ള പൂക്കളൊക്കെ ഉണ്ട്, വിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പുറ സൈഡ് പോയിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതിനുള്ളതാണ് കുറച്ച് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരിക്കാനുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക ഊഞ്ഞാൽ, ഇവിടെ ഒരു അമ്മമ്മ അവിടെ തിരിക്കുന്നുണ്ട്. പിന്നെ എന്താ കുറച്ച് മൊത്തത്തിൽ ഞാൻ എടുത്താണ്. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. മുന്നോട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ ആരെയും വീഡിയോയിൽ കാണിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവരൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒന്ന് തോന്നിയത്. പിന്നെ അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ്, സ്ട്രെച്ച് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ എന്താ പറയണ്ടേ പുഷപ്പ് ചെയ്യാനൊക്കെ മൊത്തത്തിലാണ് എല്ലാം ഉള്ളത്. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയാണ്. ഏകദേശം ഒരു 1 hour അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ചെമ്പകപ്പൂവാണ്, ചെറിയൊരു ഷ്രബ്സായിട്ട് ബോൺസായി പോലെയാണുള്ളത്. ചെറിയ ഹൈറ്റിലുള്ള ബോൺസായി ചെടികൾ പോലെയാണ്. പിന്നെ കുറേ പൂച്ചെടികളും കുറേ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും പൂ പിടിക്കാതെ എന്താ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ്. അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നതാണ്. അതൊക്കെ ഇപ്പുറ സൈഡിലൊക്കെ ആണെങ്കിലുണ്ട് കുറേ കുറ്റിപ്പൂ, മഞ്ഞ ഇലകൾ. കുറേ പേര് അവിടെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്, ഫാമിലിയോട് സ്പെൻഡ് ചെയ്യുന്ന ഒരു വയലറ്റ് നിറത്തിലുള്ള പൂവാണ്. ഇതുവരെ കണ്ടിട്ടില്ല, എൻ്റെ പേരാണ് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ചും കൂടെ മുന്നോട്ട് നടന്നാൽ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. വെള്ളപ്പൂവുണ്ട്. നിലത്താകെ ആണെങ്കിൽ നിലം പാകിയിട്ടുണ്ട്, ടൈൽ വെച്ചിട്ട് ഒരു വെള്ള ടൈൽ വെച്ച് നിലം പാകിയിട്ടുണ്ട്. പിന്നെ കുറേ കല്യാണ ചെടി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. വെള്ളയുണ്ട്, അതുപോലെ തന്നെ വയലറ്റ് അതുകൂടെ ഉണ്ട്. പിന്നെ വാടാമല്ലി, ചുവന്ന ചീര, കമുകിൻ്റെ തൈ, അങ്ങനെ കുറേ ഉണ്ട് പൂക്കളൊക്കെ ആയിട്ട്.
ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇൻ്റർലോക്ക് വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ അവിടെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിങ്സ് പാർക്കിൻ്റെ ടൈമിങ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അതായത് 5 തൊട്ട് 10 മണി വരെ രാവിലെ. പിന്നെ വൈകുന്നേരം ആണെങ്കിൽ 4 മണി തൊട്ടിട്ട് 7 മണി വരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം അടുത്തുള്ള എല്ലാവരും അവിടെ പോയിട്ട് വരും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല, ആർക്ക് വേണമെങ്കിലും പോവാം. പക്ഷേ ബാക്കിയുള്ള പാർക്കിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫേമസ് പാർക്കിലൊക്കെ ആണെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റും. അഡൽട്ടാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ. ഇപ്പോൾ ഇവിടെ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് മാക്സിമം ഇതിൻ്റെ ഉപയോഗം പബ്ലിക് എല്ലാവരും നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പാർക്കാണ്. ഇപ്പോൾ ഹൈദരാബാദിൽ വരുന്ന ആർക്കും ഇവിടെ വന്നിട്ട് ഈ പാർക്കിൽ കയറാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപ്പൽ സൈഡാണ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഹൈദരാബാദ് വരെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ വരൂ, കാണൂ, ഇതൊക്കെ എൻജോയ് ചെയ്യും. അപ്പോൾ നല്ലൊരു ഈവനിങ് ആയിരുന്നത്. എന്താ പറയുക, പാർക്ക് പോലെ നല്ല കൂളായിട്ടുള്ള ശാന്തമായിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു അത്. അപ്പോൾ തിരിച്ചിട്ട് ഒരു 5 മിനിറ്റ് തിരിച്ച് വീട്ടിലേക്ക് എത്തി ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.